കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുതീർത്തത് അസാസിൻ ടെമ്പിളിലുള്ളവരെ ഒരു മിഷനായിട്ട് പോയതായിരുന്നു എന്ന് അവരെ അറിയാത്ത ഒരു കാര്യം അവിടെ ഡീമൺ കോഡ് ഉണ്ടായിരുന്നതാണ്. സോ ഇന്നു മുതൽ ഈ ത്രോൺ ഓഫ് സീൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പെട്ടെന്ന് തീർക്കാന്നുള്ള വാക്കൊന്നും പറയുന്നില്ല. സോ എല്ലാവർക്കും ഒരു ഹൈ. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സീൽ എന്ന ആനിമേറ്റ് എപ്പിസോഡ് 40. ഓക്കെ, എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ അവിടെയുള്ള ലെവലിൽ കൂടിയ ഡീമൺസ് അതിനേക്കാൾ ചെറിയ ഡീമൺസിനെ കൊന്നു കഴിക്കുകയാണ്. കാരണം ഫുഡ് റിസോഴ്സ് അവർക്ക് വന്നിട്ടില്ല. ഡീമൺ കണ്ട് പാസ് വാർ നടത്തിയത് വെറുതെയായി എന്നൊക്കെ പറയുകയാണ്. ഇവർ വന്നത് അവർക്ക് ഇവിടെ നിന്നാണ് ഫുഡൊക്കെ കൊണ്ടുവരുന്നത്. അത് ബ്ലോക്ക് ചെയ്യുന്ന ഫൈറ്റ് പോലും ചെയ്യാതെ ഡീമൺസ് ഇല്ലാതാകും. കാരണം കൊന്നു കഴിക്കുകയാണല്ലോ, അവർ വന്ന കാര്യം നടന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ പോകുകയെ സൗണ്ട് ഉണ്ടാകാതെ പോകണമായിരുന്നു എന്നാ അറിയാതെ അത് റിവീലാക്കി. അപ്പോൾ തന്നെ ഡീമൺസ് അവരെ ഫോളോ ചെയ്ത് അറ്റാക്ക് അവരെയും കൊന്ന് മാനേജ് ചെയ്ത് പോകുകയും ഒരു സ്ഥലത്തെത്തി. അങ്ങോട്ട് ഡീമൺസ് വരുന്നില്ല, പേടിച്ച് നിൽക്കുന്നത് പോലെ. അവിടെ നിന്ന് പോയി അവരുടെ കയ്യിലുള്ളത് ഡീമൺസിന്റെ അവരുടെ എന്തോ ഒരു റൂട്ട് മാപ്പാണ്. അത് എങ്ങനെ പുറത്തെത്തിക്കണം എന്നതാണ്. അത് അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷായ്സിന്റെ ടീം ഒരു വഴി കൂടെ പോയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടായിട്ട് തിരിയാം എന്ന് പറഞ്ഞ് രണ്ട് രീതിയിലേക്ക് പോവുകയാണ്. അതിന്റെ സെക്കൻഡ് ഗ്രൂപ്പിലാണ് കാണിക്കുന്നത്. അവർ പോയി പെട്ടെന്ന് അവിടെ എന്തോ വരുന്നു. അവിടെ മുഴുവൻ ഷേക്കാകാനേ തുടങ്ങി. അവർ നോക്കി നിൽക്കുക. അങ്ങോട്ട് വന്നതാകട്ടെ 61ാമത്തെ ഡീമൺ ബില്ലർ കൂടായ സൈഗോങ് എന്ന ഒരു ബുള്ളാണ്. അതുകൊണ്ട് ഡീമൺ കൂടോ എന്ന ഷോക്ക് അത് ടെറിഫിയായിട്ട് അലറുകയാണ്. അവരാരെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അതിലെ മെയിൻ ആള് അറ്റാക്ക് ചെയ്തു. ബാക്കിയുള്ളവരോട് പോകാനായിട്ട് പറയുകയാണ്. അവർ പോകുന്നു. എന്നാൽ അറ്റാക്ക് മാറിയിട്ട് ആരും രക്ഷപ്പെടില്ല. ഒരു ലെവൽ 7 നീയാണോ എന്നെ എതിർക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട്. ആള് എന്തൊക്കെയോ അവരുടെ സ്കില്ല് കാണിച്ച് ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ കൂടി കഴിയുന്നില്ല. അങ്ങനെ കുറച്ചു നേരം പോയി അവസാനം വലിയൊരു അറ്റാക്ക്. എന്നിട്ട് പോലും കൊന്നു പറ്റാതെ പോയിക്കൊണ്ടിരുന്ന അവർക്കും ഈ ഡീമൺ കോഡ് വരികയാണ് എന്ന് മനസ്സിലായി. ഓടുമ്പോഴാണ് പെട്ടെന്ന് വേറെ അങ്ങോട്ട് ചെന്ന് കയറിയത് പോലെ അവിടെ ജീവി അതുണ്ടായിരുന്നു. നോക്കുമ്പോൾ അവിടെ ഒരുപാട് ലൈറ്റ് വരാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, അതിനായി ഇടാം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് നോക്കണേ. അവരവിടെ കണ്ട് ഷോക്കായി പോയി. നോക്കുമ്പോൾ അവരെ പോലെ വേറെ ഗ്രൂപ്പിനെയും കാണുന്നുണ്ടായിരുന്നു. ഓടിപ്പോകാൻ നോക്കി ഹ്യൂമൻസ് പേടിച്ച് ജീവിച്ച് നിങ്ങൾ നമ്മളെ പേടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ ലോക്കാക്കി. അത് സെയർ എന്ന ലെവൽ 8 70ാമത്തെ ഡീമൺ പില്ലർ ഗോഡായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യും, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ബ്ലെസ്സിങ് തരാം എന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരുടെ ഉള്ളിൽ നിന്ന് പവേഴ്സ് എല്ലാം എടുക്കുകയാണ്. അതുപോലെ ബോഡി പോലും ഇല്ലാതായി പോവുകയാണ്. ആ ഗ്രൂപ്പിലെ ഒരുത്തൻ നമ്മൾ അസാസിൻ ടെമ്പിളിൽ ഉള്ളവരെ നിനക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ അടുത്ത് വന്നിട്ട് ടോർച്ചർ ചെയ്ത് അതുപോലെ ബാക്കിയുള്ളവരെയും നമ്മൾ ഡീമൺ കോഴ്സ് നമ്മുടെ കയ്യിൽ നിങ്ങളെ ഹോൾഡ് ചെയ്യും, പറയുന്നതെല്ലാം അവരുടെ കൺട്രോളിലാക്കുമെന്ന് എന്ന് പറഞ്ഞ മുഴുവൻ പവേഴ്സും അവിടെ എല്ലാവരുടെയും നിന്ന് എടുക്കുകയാണ്. ചുറ്റുമുള്ളതിൻ്റെ ഷേക്കാകുന്നത് പോലെ. ഈ സമയം മറ്റൊരു ഗ്രൂപ്പായ ഷായ്സിന്റെ ഗ്രൂപ്പ് അവിടെ അവരുടെ ക്യാപ്റ്റൻ ആൾക്കാർ ലെവൽ 6 ഫയർ പപ്പറ്റിനെ നേരിടുകയാണ്. അവർക്ക് കഴിയാതെ വന്ന ഡീമൺ കണ്ട് പാസിലേക്ക് എങ്ങനെ എത്താനായിട്ട് പറയുന്ന ടൈമാണ് ഒരെണ്ണം വരുന്നത്. എന്നാൽ അത് ഒരാൾ ഇല്ലാതാക്കി. ഷായ്സിങ്ങിന് അവരുടെ രണ്ട് ഗ്രൂപ്പിൽ മുൻപ് പോയത് ഒന്ന് ബുള്ളും മറ്റൊന്ന് ഷെയറിന്റെ അടുത്ത് വരുന്ന അവരെല്ലാവരും ഡെഡായി. അതുകൊണ്ട് ഷോക്കായി പോയി. രണ്ട് ടീമും കൂടെ ഇനി അവർ മാത്രമേ ഉള്ളൂ. അവരുടെ ക്യാപ്റ്റൻ ആ ഫുഡ് സപ്ലൈ റൂട്ട് മാപ്പ് അത് കൊടുത്തിട്ട് മിലിറ്ററിയിൽ എങ്ങനെയും എത്തിക്കണം. അതിന് നമുക്ക് കഴിയുമോ എന്നറിയില്ല, കാരണം ഇവിടെ ഒരു ഡീമൺ കോഡ് ഉണ്ട് എന്ന് പറയുകയാണ് ഷായ്സിങ്. നോക്കുമ്പോഴാണ് മൂന്നാമതായിട്ട് ഒരു ഡീമൺ കോഡ് വരികയാണ്. അതാകട്ടെ ലെവൽ 9 52ാമത്തെ ഡീമൺ പില്ലർ കോഡായ ലൂഷ്യൻ എന്ന ഒരു ഡീമൺ കോഡായിരുന്നു. അത് വരുന്നു അവരോട് ഒരുമാതിരി സംസാരം. എന്നിട്ട് എന്നെ നിങ്ങൾ വേദനിപ്പിച്ച വെറുതെ വിടാം എന്ന് പറയുമ്പോൾ ഷായ്സിങ് എന്ന വാടക്കടാവും എന്ന് പറഞ്ഞ് ഫർണൈസിലെ സ്കില്ലുകൾ അത് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യണം. ഒരുപാടധികം സ്കില്ലുകൾ ഒരുമിച്ച് ഉപയോഗിച്ചാണ് നേരിടുന്നത്. ഒരുപാട് ചെയ്യ പോലെ ഉള്ളതൊക്കെ വെച്ച് ലോക്കാക്കിയിട്ട് പിന്നെയും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവിടെ ഉള്ളവർ ഷായ്സിങ് ഒരുപാട് സ്കില്ലുകൾ ഒറ്റ ടൈമിൽ ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവൻ്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അത് നോർമലായി നോക്കുമ്പോൾ ലൂഷ്യൻ എഴുന്നേറ്റ് വരുന്നത്. ഇത്രയൊക്കെ അറ്റാക്ക് കൊടുത്തിട്ട് ഒന്നും തന്നെ പറ്റിയില്ല എന്നതാണ്. അതുകൊണ്ട് ഷായ്സിങ് ഷോക്കായി പോയി. നീ ലെവൽ 8 പോലും അല്ല എന്നിട്ട് എന്നെ നേരിടാൻ നോക്കുന്നു എന്ന് പറഞ്ഞ ഡീമൺ ഒരു ഡൊമൈൻ സ്കില്ല് അത് യൂസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്കാണ് എൻ്റെ ഹെൽപ്രസണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യേ. അവിടെയുള്ള എല്ലാവരെയും ഒരുമിച്ച് ലോക്കാക്കുകയാണ്. അവരുടെ ഉള്ളിലൂടെ എന്തോ പോകുന്നത് പോലെ എല്ലാവരെയും ലോക്കാക്കി. ഓരോ 45 മിനിറ്റിലും വേദന ഇരട്ടിയാകും എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന. അപ്പോൾ ഷായ്സിങ് നീ 16 വർഷമായിട്ട് ഡീമൺസ് നമ്മളോട് കാണിക്കുന്ന ഈ ഒരു മാറ്റവും ഇല്ലല്ലോ. എന്തൊക്കെ തന്നെയാണ് നടന്നാലും നമ്മൾ
ഇല്ലെങ്കിൽ ഡീമൺ ഹണ്ട് പാസ് അവിടെ തന്നെ ഉണ്ടാകും, നിങ്ങളുടെ പ്ലാൻ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ടൈമിൽ പോലും പറയണ. അത് കേട്ട് ലൂഷ്യന് ദേഷ്യം വരുന്നുണ്ട്. വലിയ സംസാരമാണല്ലോ എന്ന് പറഞ്ഞ് പിന്നെയും ആകുന്നുണ്ട്. അവരെല്ലാം ലോക്കായതിനാൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവരെ വേദനിപ്പിക്കണം. അപ്പോൾ പോലും ഓരോന്നും പറയുന്നുണ്ട്. ഷാഷിങ്ങിൻ്റെ ഫർണൈസ് അത് എടുത്തു, ജീവനുള്ളപ്പോൾ തന്നെ അത് കുത്തിയെടുക്കണം. അത് എത്രത്തോളം വേദനയാകുമെന്ന് മനസ്സിലാക്കാമല്ല. അതുപോലെ മുഴുവൻ പവേഴ്സ് എടുത്തു, നീയൊക്കെ എന്ത് തന്നെ ചെയ്താലും ഡീമൺ ഹണ്ട് പാസ് നമ്മൾ എടുക്കും എന്ന് പറഞ്ഞ് അത് ബ്രേക്കായതോടെ അതും അവസാനിച്ച്. അതിനുശേഷം ഡീമൺ ഹണ്ട് പാസ് അവിടെ നമ്മുടെ ടീംസ് 6 ബെഡേ ഉള്ളൂ എന്ന ചർച്ചയിൽ നിൽക്കുകയാണ്. അങ്ങോട്ട് കമാൻഡർ ഷാങ് വന്ന് ഒരു ബെഡ് കൊണ്ടുവന്ന് അവരുടെ നന്നായിട്ട് റെസ്റ്റ് എടുക്കും, നിങ്ങൾ 6 പേരെ ഉള്ളൂ എന്ന് ഞാൻ കരുതി. ഹാനിയോട് നീ എന്നെ രക്ഷിച്ചു, നിനക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ തിരിച്ചു അതുപോലെ എന്ന് പറഞ്ഞു പോയി അവരോട് ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ബെഡായി. എന്നാൽ ഗേൾസും ബോയ്സും ഒരുമിച്ച് പ്രൈവസി ഇല്ല എന്ന് ഇങ്ങനെ. അപ്പോഴാണ് സൈർ അവിടെ റൂമിലാക്കിയിട്ട് ഹാവച്ചനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവർ ചിരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവനോട് അടുത്തിരുന്നിട്ട് ഇത് ഇനി മുതൽ നമ്മുടെ റൂമാണ്, അതുപോലെ ഇതാണ് നമ്മുടെ വീട്. അവൻ്റെ മനസ്സിൽ ഇത്ര ചെറിയ പ്ലേസ് പോലെ അവർ ഒരുമിച്ചായിട്ട് അവളത് ഒരു ഹോമായിട്ട് കാണുന്നുണ്ട് എന്നതൊക്കെ ഓർത്തിട്ട് അവനെന്തോ ഫീല്. ടീംസ് പോയ മാജിക് ടെമ്പിളിലെ ലീഡർ അങ്ങോട്ട് പോകുന്നു. നമ്മുടെ റൂമിലോട്ടാണല്ലോ എന്ന് പറയണ്. അവർ ഹാവച്ചന് സയറും ഒരുമിച്ചിരിക്കുകയാണല്ലോ എന്നോട് പറയണം, നീയൊക്കെ എന്താ കാണിക്കുന്നത് എന്ന് പറഞ്ഞ അതിൻ്റെ ഇല്ലാത്തേക്ക്. അപ്പോൾ അവിടെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ അടുത്ത ദിവസം എടുക്കണം. ബൈ.